പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ വർഗീയ പരാമർശങ്ങളുടെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കൊൽക്കത്ത സ്വദേശിയായ ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മമതാ ബാനർജിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുള്ളത്. ഒരു പൊതുറാലിയിൽ മമത നടത്തിയ പ്രസംഗം മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും ഇത് സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവിന് അതോടൊപ്പം തന്നെ ക്രമസമാധാന തകർച്ചയ്ക്കും ഒരു പ്രധാന കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. അതിന്മേലാണ് കേസെടുത്തത്. വോട്ടിംഗ് രീതികൾ മാറിയാൽ ഒരു പ്രത്യേക സമൂഹത്തിന് പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലാണ് മമത ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചത്. ഒരു പ്രത്യേക വിഭാഗത്തിന് വിചാരിച്ചാൽ മറ്റുള്ളവരെ 5 മിനിറ്റിനുള്ളിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള പ്രസ്താവനയും മമതാ ബാനർജി നടത്തിയിരുന്നു. ഈ പ്രസ്താവന പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയവും തെറ്റിദ്ധാരണവും പിരിമുറുക്കവും സൃഷ്ടിക്കാൻ കാരണമായെന്നാണ് പ്രദേശവാസിയായ തുഷാർ ഗാന്ധി ദാസ് സൗത്ത് കൊൽക്കത്തയിലെ നേതാജി നഗർ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നത്. മെയ് മാസത്തിൽ ഒരു അഭിഭാഷകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയതിന് മമതാ ബാനർജിക്കെതിരെ മറ്റൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. മെയ് 20-ന് അഭിഭാഷക റിങ്കി ചടോപാധ്യായ സിംഗ് സിലിഗുരു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മമതയ്ക്കെതിരെ കേസെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ആദ്യം വിസമ്മതിച്ചതായും ആവർത്തിച്ചുള്ള തുടർ നടപടികൾക്ക് ശേഷമാണ് എഫ്ഐആർ സ്വീകരിച്ചതെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. 2 ദിവസത്തിന് മുമ്പ് തന്നെ മമതാ ബാനർജിയുടെ വസതിയിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സംഘം പരിശോധന നടത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് എംഎൽഎമാരുടെ ഒപ്പുകൾ വ്യാജമായി ചമച്ചെന്ന പരാതിയിലെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉണ്ടായത്. സെർച്ച് വാറന്റുമായി എത്തിയായിരുന്നു പരിശോധന നടത്തിയത്. കേസിന്റെ ഭാഗമായി തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറിയും മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ വസതിയിലും സിഐഡി സംഘം ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. കൊൽക്കത്തയിലെ 30 ഹരീഷ് ചാറ്റർജി സ്ട്രീറ്റിലുള്ള മമതാ ബാനർജിയുടെ വസതിയിലെത്തിയാണ് പരിശോധന ഉണ്ടായത്. ഈ വസതി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര പാർട്ടി ഓഫീസായും പ്രവർത്തിക്കുന്നത്. പ്രാദേശിക പോലീസിന്റെയും വനിതാ പോലീസ് സന്നാഹത്തിന്റെയും അകമ്പടിയോടെയാണ് സിഐഡി സംഘം മമതയുടെ വീട്ടിലേക്ക് എത്തിയത്. പാർട്ടി നേതാക്കൾ ആദ്യം തടസ്സവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ചെറിയൊരു വാക്കേറ്റം ഉണ്ടായെങ്കിലും ഒടുവിൽ സിഐഡി സംഘം ഉള്ളിൽ പ്രവേശിച്ച് തിരച്ചിലും രേഖകളും പരിശോധനയും നടത്തി. ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ പങ്കെടുത്ത പശ്ചിമ ബംഗാളിൽ എത്തിയിരുന്നു. മമതാ ബാനർജി ഒരാഴ്ചയോളമായി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലായിരുന്നു. അതിനുശേഷമാണ് പശ്ചിമ ബംഗാളിലേക്ക് എത്തിയത്. ആരോഗ്യപരമായ കാരണങ്ങളാലും കൊൽക്കത്ത ഹൈക്കോടതിയിലെ നടപടികളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം മുൻപ് നൽകിയ സമൻസുകളിൽ നിന്ന് ഒഴിവാക്കാൻ സമയം ചോദിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഏജൻസി സമയം നീട്ടി നൽകാൻ തയ്യാറാകാത്തതോടെ കർശനമായ ഒരു നിർദ്ദേശമാണ് നൽകിയത്. കൂടാതെ ഒരു സൈഡിലെ സിഐഡി, ഒരു സൈഡിലെ ഇഡി, ഒരു സൈഡിലെ സിബിഐ, ഒരു സൈഡിലെ പശ്ചിമ ബംഗാൾ പോലീസ് മമതയെ വളഞ്ഞിട്ട് തന്നെ ഓരോ കേസുകളും മമതയുടെ തലയിലേക്ക് വരികയാണ്. അതായത് 15 വർഷം മമത കാണിച്ചു കൂട്ടിയ ഓരോ കുറ്റങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അധികം വൈകാതെ മമത ജയിലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.